أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ما ودعك ربك وما قلى صدق الله العلي العظيم. നമ്മൾ തദബ്ബറിനെടുക്കുന്നത് സൂറ വദ്ദുഹയിലെ മൂന്നാമത്തെ ആയത്താണ്. സൂറ ദുഹയിലെ മൂന്നാമത്തെ ആയത്താണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എങ്ങനെയായിരുന്നു വെച്ചാൽ, നബിയെ അഭിസംബോധന ചെയ്ത് നബിയോടാണ് ഇത് പറയുന്നത്. നബിയെ, നിൻ്റെ റബ്ബ് നിന്നെ കൈവിട്ടിട്ടില്ല, വെടിഞ്ഞിട്ടില്ല, വെറുത്തിട്ടുമില്ല. ഇത് എന്താണ് നബിയെ അഭിസംബോധന ചെയ്തിട്ടാണ് ഇവിടെ പറയുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല പെർസെപ്ഷൻസ് മാറ്റിത്തരുന്ന ഒരായത്താണിത്. ലൈക്ക് എന്ന് വെച്ചാൽ നമുക്കൊക്കെ ജീവിതത്തിൽ ഹോപ്പ് തരുന്ന, പ്രതീക്ഷ തരുന്ന ആയത്തുകളാണ്. പ്രത്യേകിച്ച് ഈ സൂറത്ത് ആ ഒരു ഹോപ്പ് തരുന്നൊരു സൂറത്താണ്, പ്രത്യേകിച്ച് ഈ ആയത്തും. അപ്പോൾ നമ്മളൊക്കെ ഈമാൻ കുറഞ്ഞിരിക്കുന്ന സമയമൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ അപ്പോൾ ഒക്കെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാത്ത സമയമൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ വിചാരിക്കും, പഠിച്ചോൻ എന്നെ വെറുക്കുന്നുണ്ടോ, പഠിച്ചോൻ എന്നെ കൈവിട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ പഠിച്ചോനെ എന്നെ ഉപേക്ഷിച്ചോ, എന്നെ ഒഴിവാക്കിയോ. അപ്പോൾ നമ്മളിങ്ങനെ പഠിച്ചോൻ്റെ റഹ്മത്ത് നമുക്ക് എത്തുന്നില്ലേ എന്നുള്ള ഇങ്ങനെ നിരാശപ്പെടുന്ന സന്ദർഭങ്ങളുണ്ടാവും നമ്മളൊക്കെ ജീവിതത്തിൽ. അവിടെയൊക്കെ നമുക്കിങ്ങനെ ഹോപ്പ് തരുന്ന, ഇങ്ങനെ പ്രതീക്ഷ തരുന്ന ആയത്താണ് മാ വദ്ദഅക റബ്ബുക വമാ ഖല. നമ്മളോട് ഇങ്ങനെ ഡയറക്റ്റ് പറയുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. എന്നുവെച്ചാൽ നിൻ്റെ റബ്ബ്, നമ്മൾ ഇങ്ങനെ പറയാം, നിൻ്റെ റബ്ബ് നിന്നെ ഒരിക്കലും കൈവെടിയില്ല, നിന്നെ വെറുത്തിട്ടുമില്ല. എന്നിട്ട് അങ്ങനെ അള്ളാഹ് നമ്മളോട് ഇങ്ങനെ നേരിട്ട് അഭിസംബോധന ചെയ്യുന്ന പോലെ നമുക്കിങ്ങനെ ഫീൽ ചെയ്യും ഈ ആയത്തിൽ. അപ്പം നിങ്ങൾക്കൊക്കെ എന്താണ് ഈ ആയത്തിൽ ഇങ്ങനെ എന്താണ് തോന്നിയിട്ടുള്ളത്? എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഭയങ്കര ഒറ്റക്കായ സന്ദർഭത്തിൽ എനിക്ക് ഒരു ഉത്തരം പോലെ കിട്ടിയൊരായത്താണ് മാ വദ്ദഅക റബ്ബുക വമാ ഖല എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ അറിയണ്ടാവില്ല, ഡൽഹിയിൽ വന്ന സമയം നിങ്ങളൊന്നും അന്ന് എത്തിയില്ല. അപ്പോൾ ഞാൻ ഡൽഹിയിലെ ആ റൂമിൽ ഒറ്റക്കാണ്. അപ്പോൾ ആ സമയത്ത് എൻ്റെ നിക്കാഹ് നടക്കുന്ന ഒരു പ്രിപ്പറേഷൻ്റെ ടൈമും അതാണ്. അതായത് ഞാൻ ഡൽഹിക്ക് കയറുന്നതിൻ്റെ 2 ദിവസം മുമ്പാണ് പെണ്ണ് കാണാൻ പോകുന്നത്. അങ്ങനെ നിക്കാഹ് വരെയുള്ളൊരു സമയം ഞാൻ ഇവിടെയാണല്ലോ ഉള്ളത്, ഡൽഹിയിൽ. അത് കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് നിങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾ വരുന്നതിന് മുമ്പുള്ള കുറച്ച് ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടൈം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര എന്താ പറയുക, മെൻ്റലി ഭയങ്കര ടേമോയിൽ പോലുള്ളൊരു സിറ്റുവേഷനായിരുന്നു. ഈ സംഭവം ഞങ്ങളോട് പറഞ്ഞില്ല. അപ്പോൾ ആ സമയത്ത് എനിക്കൊരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു, ഉത്തരം കിട്ടാത്ത കുറേ ചോദ്യങ്ങളാണ്. എന്നെ മെൻറ്റർ ചെയ്യാൻ അങ്ങനെ ആരും ഇല്ലായിരുന്നു. എനിക്കിങ്ങനെ തുറന്ന് സംസാരിക്കാൻ ആളുകളില്ല. നമ്മൾ മെൻറ്ററായിരുന്നു കണ്ടിരുന്ന കുറേ ആൾക്കാരുണ്ട്, നിർഭാഗ്യവശാൽ ഓരുടെയും കല്യാണം കഴിഞ്ഞില്ല. അപ്പോൾ എനിക്ക് ഒന്ന് മനസ്സോർന്ന് സംസാരിക്കാൻ കഴിയാത്തൊരു സിറ്റുവേഷനായിരുന്നു അത്. അപ്പോൾ എനിക്കിങ്ങനെ എന്താ പറയുക, ഇപ്പോഴും മനസ്സിലാവുന്നില്ല എന്തായിരുന്നു എൻ്റെ മെൻ്റൽ സിറ്റുവേഷൻ എന്നുള്ളത്. എനിക്ക് ഭയങ്കര ബ്ലാങ്കായിട്ട് ഫീൽ ചെയ്യാം മൊത്തം. എനിക്കൊന്ന് ആരോട് സംസാരിക്കാൻ കഴിയുന്നില്ല, ആരോടൊന്നും പറയാൻ കഴിയുന്നില്ല. എനിക്ക് തന്നെ എന്താണ് എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത് എന്നുള്ളത് തിരിയുന്നില്ല. അങ്ങനെ മുന്നോട്ട് പോകുന്നൊരു സിറ്റുവേഷനാണ്. അതായത് കാരണം കല്യാണമാണല്ലോ, നമ്മൾ ഒരുപാട് ജീവിതത്തിൽ കോൺസിക്വൻസസ് ഉണ്ടാവുന്നൊരു തീരുമാനം എടുക്കുകയാണ്. അപ്പോൾ ആ തീരുമാനം എടുക്കുമ്പോൾ നമുക്കൊരു ഉറപ്പുണ്ടാവണമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഉറപ്പ് തേടിയുള്ള പോക്കായിരുന്നു. അപ്പോൾ ആ സമയത്താണ് നിശ്ചയം നടക്കുന്നത്. അപ്പോൾ നിശ്ചയം നടക്കുമ്പോഴും ഞാൻ ഡൽഹിയിലാണുള്ളത്, ഞാൻ ഒറ്റക്കാണുള്ളത്. ആ സമയത്തൊക്കെ നിങ്ങൾ എത്തിക്കണമെന്ന് എൻ്റെ ഓർമ്മ. അങ്ങനെ നിശ്ചയത്തിൻ്റെ തലേന്ന് രാത്രി എനിക്ക് ഉറക്കം വരുന്നില്ല. ഞാൻ എന്ത് ചെയ്ത് സാധാ പോലെ ഇങ്ങനെ ഇരുന്ന് അന്തം വിട്ടിരുന്ന് പിറ്റേന്ന് ഞാൻ സാധാരണ പോലെ ക്ലാസ്സിലും പോയി. എനിക്ക് പക്ഷെ ഒന്നും ക്ലാസ്സിലെന്താ കേൾക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കെന്താ ഭയങ്കര ബ്ലാങ്ക്, മൊത്തം ഫുൾ ബ്ലാങ്ക്, ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ എൻ്റെ കൂടെയുള്ള ക്ലാസ്സിലാകെ ഒരു മലയാളി, എനിക്ക് ആകെ ഓനെ ഒരു ക്ലാസ്സിലൊരു ബന്ധമുള്ളൂ. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത്. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ ഉടനെ അറ്റൻഡൻസ് എടുത്ത ഉടനെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഓന് ക്ലാസ് കഴിഞ്ഞ് നോക്കും പിന്നെ കാണാനില്ല. അപ്പോൾ എന്നെ വിളിച്ച് എവിടെ ഉള്ളത്. അപ്പോൾ തന്നെ ഞാൻ റൂമിലേക്ക് നടന്നു കയറണം. അപ്പോൾ ഓൻ ഓക്കെ എന്ന് പറഞ്ഞ് ഫോൺ വെച്ച് അങ്ങനെ ഞാൻ 3-3:30 ആയിട്ടുള്ളൂ, നിശ്ചയം നടക്കണ സമയമായിട്ടുള്ളൂ. നാട്ടിൽ വൈകുന്നേരമാണ് നിശ്ചയം. അപ്പോൾ റൂമിൽ ആരുമില്ല. ഞാൻ റൂമിൽ ഇങ്ങനെ വലിഞ്ഞ് നടന്ന് അന്ന് നമ്മളെ റൂമിക്ക് 2 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ടല്ലോ കോളേജിൽ നിന്ന്. ഞാൻ എന്നിട്ട് റൂമിലെത്തിയപ്പോൾ റൂമിൽ ആരുമില്ല. ഭയങ്കര സമാധാനം, ഞാൻ മാത്രം. ഞാൻ എന്നിട്ട് ഫാൻമൊക്കെ നോക്കി ഇങ്ങനെ കിടന്ന് എനിക്കൊന്ന് കരയണം എന്നൊക്കെ ഉണ്ട്. കരയണം എന്ന് എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര ഇടങ്ങേറ്, മനസ്സിൽ ഭയങ്കര കനം പോലെ ഫീൽ ചെയ്യുക, എന്താ ചെയ്യേണ്ടത് അറിയില്ല. അപ്പോൾ പെട്ടെന്ന് ഓൻ്റെ മെസ്സേജ് വന്നു,
എനിക്കറിയാം എനിക്ക് ഭയങ്കര പ്രയാസമുള്ളത്. അപ്പോൾ ഇങ്ങനെ ഈ വുളുവൊക്കെ എടുത്ത് ഫാത്തിയൊക്കെ ഓതി ളുഹ ഇൻഷറാവൊക്കെ ഓതിയിട്ട് 2 റക്അത്ത് നിസ്കരിക്ക്, പ്രയാസം മാറും പറഞ്ഞു. അപ്പോൾ ഞാൻ ഏതായാലും ഒന്നും ചെയ്യുന്നില്ലല്ലോ, ഞാൻ എന്ത് ചെയ്ത്, എനിക്കപ്പോൾ അങ്ങനെ ഒന്നും ഫീലൊന്നും വന്നില്ലേന്ന്. ഞാൻ സാധാ പോലെ പോയി ഒതുകൊടുത്ത് വന്ന് മുസല്ല വിരിച്ച്, ആരും കാണാനൊന്നുമില്ല, ഞാൻ ഒറ്റക്ക്. ഭയങ്കര സമാധാനത്തിന് ഞാൻ കൈ കണ്ട് കെട്ടി ഫാത്തിയാണ്ട് ഓതാൻ തുടങ്ങിയോട് കൂടിയിട്ട് എൻ്റെ കണ്ണെന്നാണ്ട് വെള്ളം വരാൻ തുടങ്ങി. എന്തിനാ കാര്യമൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ അറിയാതെ ഇങ്ങനെ പൊട്ടി കാര്യം, ആരും കാണേണ്ട പേടിയൊന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ എന്തോ ഒരു ഉത്തരം തേടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണല്ലോ. അപ്പം ഞാൻ ഇങ്ങനെ പഠിച്ചവനോട് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം അതൊക്കെ പറയുമ്പോൾ എനിക്കിങ്ങനെ ഉള്ളിൽ തട്ടി പറയാം. അതായത് എനിക്ക് സിറാത്തൽ മുസ്തഖീം എന്ന് പറയുമ്പോൾ എനിക്ക് ഞാൻ മാരേജിലേക്ക് കടക്കാൻ പോവാണ്. അപ്പോൾ എനിക്ക് എന്താണ് ഹൈറായ മാർഗം എന്നുള്ളത് എനിക്ക് കാണിച്ചോണ്ട റബ്ബേ, എന്നെ ഷെറായ ആളുകളുടെ കൂട്ടത്തിൽ നീ ആക്കല്ല റബ്ബേ, എന്നെ നീ വഴിവെപ്പിക്കല്ല നാഥ. ഞാൻ ഫുള്ള് ഇങ്ങനെയാണ് പഠിച്ചവനോട് ചോദിക്കുന്നത്. ഇതിൻ്റെ സിറാത്തുൽ മുസ്തഖീമൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇങ്ങനെ വെല്ല ഓതിയിട്ട് ഇങ്ങനെ ഓരോന്നും കഴിഞ്ഞ് പോസ് ചെയ്തിട്ടാണ് ഞാൻ പിന്നെ ഫസ്റ്റ് ളുഹയൊക്കെ ഓതുന്നത്. അങ്ങനെ അതിൻ്റെ ഇടയിൽ കുറേ കരഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ അവസാനം ബിസ്മി ചൊല്ലി ഞാൻ ളുഹ ഓതാൻ തുടങ്ങി. ളുഹ വല്ലൈലി ഇദാ സജ മാ വദ്ദഅക റബ്ബുക വമാ ഖല. അപ്പോൾ ഞാൻ ഇങ്ങനെ റബ്ബേ എനിക്ക് നേരായ മാർഗം കാണിച്ചോണ്ടാ റബ്ബേ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ വിലപിച്ചപ്പോൾ പഠിച്ചവൻ ആ ഉത്തരം കേട്ടിട്ട് എനിക്ക് റിപ്ലൈ തരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. മാ വദ്ദഅക റബ്ബുക വമാ ഖല, ആഫീസേ എന്നെ വെറുതെ വിട്ടിട്ടില്ല, കഴി വെടിഞ്ഞിട്ടില്ല, ഈ പോകുന്നത് റൈറ്റ് ട്രാക്കിലാണ്, എൻ്റെ കൂടെ ഞാൻ ഉണ്ട്. വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല, എൻ്റെ ലൈഫിൽ ഇനി വരാൻ പോകുന്നത് ഇതിനേക്കാൾ നല്ലതായ സമയമാണ്, അതുകൊണ്ട് ഈ നല്ല ട്രാക്കിൽ തന്നെയാണ്, ഹൈറായ മാർഗത്തിലാണ് എന്ന് പറഞ്ഞ പഠിച്ചോ ഇങ്ങനെ എന്നെ സമാധാനം കെയർ ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞൊരു സുജൂദ് കൂടി പോയപ്പോൾ എനിക്ക് ഭയങ്കര സമാധാനം വന്നു. അങ്ങനെ ഞാൻ നീച്ച് പിന്നെ ഇൻഷറാവൊക്കെ ഓതി. മൊത്തത്തിൽ ആ ഒരു ദിവസത്തെ ഒരു പ്രയാസം അത് കഴിഞ്ഞ് ഞാൻ ഫോൺ എടുത്ത് നോക്കുമ്പോൾ നാട്ടിൽ എൻ്റെ വീട്ടുകാരൊക്കെ നിശ്ചയത്തിന് പോയി, അതിൻ്റെ ഫോട്ടോ ഒക്കെ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ അത് കഴിഞ്ഞപ്പോൾ ഭയങ്കര റാഹത്തായി. അപ്പം എനിക്കിങ്ങനെ ഭയങ്കര ഒരു പിടിവള്ളി ഇല്ലാതെ നിന്ന സമയത്ത് എനിക്കൊരു ഉത്തരം പോലെ കിട്ടിയൊരു ആയത്താണ്. അപ്പോൾ ഈ ആയത്തെ നമ്മൾ എടുത്തപ്പോൾ ചൂസ് ചെയ്തപ്പോൾ എൻ്റെ മനസ്സിൽ ഈ കഥയായിരുന്നു എനിക്ക് പറയാനുള്ളത്. ഇതിൽ തന്നെയാണ്, ഇതാണ് ഏറ്റവും വലിയൊരു പോയിന്റ്. അതായത് പേഴ്സണലി നമുക്ക് എങ്ങനെയാണ് ഈ ആയത്ത് ഹെൽപ്പ് ആവുന്നതാണ് ഇതിലേറ്റവും നമുക്ക് പറയാൻ പറ്റുന്നൊരു സംഗതി. ഓരോരുത്തർക്കും പല രീതിയിൽ ഇങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ആയത്തായിരിക്കും. പല ഓഡിയൻസിനും ചിലപ്പോൾ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവും. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഇതിൻ്റെ ഒരു കോർ സംഗതിയായിട്ട് പല പണ്ഡിതന്മാരും പറയുന്നത് പടച്ചോൻ ഉള്ളറിയുന്ന ആളാണല്ലോ. മനുഷ്യൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് പടച്ചോൻ അറിയുന്നുണ്ട്. അപ്പം ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ളത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് അറിയാം, മുശ്രിക്കീങ്ങൾ പ്രവാചകനെ കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. എൻ്റെ റബ്ബ് എന്നെ കൈവിട്ടു എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, അവിടെ നടന്നിട്ടുണ്ട് എന്ന് കൂട്ടുക. ഇനി അത് നടന്നിട്ടില്ല എന്ന് വെച്ചാലും ആ മാനസികമായിട്ട് പ്രവാചകൻ ആ പ്രയാസം അനുഭവിച്ചിട്ടുണ്ടല്ലോ. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല മുശ്രിക്കീങ്ങളല്ല അഡ്രസ്സ് ചെയ്യുന്നത്, മുശ്രിക്കീങ്ങൾക്ക് മറുപടി അല്ല കൊടുക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളിലുള്ള കാര്യത്തിന് മറുപടി കൊടുക്കുകയാണെന്ന് വേണമെങ്കിൽ ഇതിൽ പറയാം. അപ്പം പടച്ചോൻ എല്ലാവരെയും ഉള്ളറിയും എന്നുള്ളൊരു സംഗതി അൾട്ടിമേറ്റ്ലി നമ്മൾ മനസ്സിലാക്കണം. എല്ലാത്തിൻ്റെയും മനുഷ്യൻ എന്താണോ ചിന്തിക്കുന്നത് അതിനേക്ക് അപ്പുറത്ത് പടച്ചോന് ഉത്തരം തരാൻ പറ്റും. ആ വദ്ദഅക എന്ന് പറയുന്നത് പടച്ചോൻ ശരിക്ക് വെറുതെ ഉപേക്ഷിച്ചില്ല എന്ന് പറഞ്ഞാൽ മതി, പക്ഷെ കൃത്യമായിട്ട് പറയാണ്, ഉള്ളിൻ്റെ ഉള്ളിലുള്ള സാധനത്തിനെ ക്ലിയർ ആക്കിക്കൊണ്ട് പറയാം. അപ്പോൾ അങ്ങനെ ഒരു സംഗതി ഇപ്പോൾ നമുക്ക് തന്നെ മനുഷ്യന്മാർക്ക് ചിലപ്പോൾ തോന്നും, ഞാൻ ചില സമയത്ത് പടച്ചോനോട് ഭയങ്കര ക്ലോസ് ആണ്, ചില സമയത്ത് ഭയങ്കര ഡിസ്റ്റൻറ്റ്, ഞാൻ കുറച്ച് ഇപ്പോൾ ഡിസ്റ്റൻ്റ് ആണ്, അതുകൊണ്ട് എനിക്ക് പടച്ചോനോട് അടുക്കാൻ പറ്റുന്നില്ല, ഞാൻ ഭയങ്കര ഇതാണ് ചില ആൾക്കാർക്ക് ഫീൽ ചെയ്തു. പക്ഷേ പടച്ചോൻ ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാം അറിയുന്ന ആളാണ്. അതുകൊണ്ട് ആ ഫീൽ വരേണ്ടതില്ല, നമുക്ക് പടച്ചോനിലേക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ചു ചെല്ലാം എന്നുള്ളൊരു സാധനം പക്ഷെ നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കൂല. പക്ഷേ ഈ ആയതിൻ്റെ ഓരോ വാക്കും ഭയങ്കര കൃത്യമാണെന്ന് പറയലുണ്ട്. മാ എന്നുള്ള വാക്കിൽ കുറച്ച് തദബ്ബുർ ചെയ്യാനുണ്ട്, വദ്ദഅക എന്ന് പറയുന്നിടത്ത് തദബ്ബുർ ചെയ്യാനുണ്ട്, റബ്ബുക്ക എന്തിനാണ് റബ്ബ് ഉപയോഗിച്ചത്, ഇവിടെ അള്ളാഹു ഉപയോഗിച്ചാൽ മതിയല്ലോ, എന്തുകൊണ്ട് റബ്ബാക്കി, വമാ കല എന്നുള്ള വാക്ക്, ഇങ്ങനെ ഓരോ വാക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെ തദബ്ബുർ ചെയ്യാനുണ്ടെന്ന് പലപ്പോഴും പറയാറുണ്ട്, കല എന്നുള്ള വാക്കിൻ്റെ പ്രത്യേകത എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഈ അർത്ഥത്തിൽ പല രീതിയിൽ നമുക്ക് എന്താ പറയുക ഹോപ്പ് നൽകുന്ന അബുല്ലല പറഞ്ഞ പോലെ ഹോപ്പ് നൽകുന്ന ഒരു ആയത്താണ്. ഇനി അൾട്ടിമേറ്റ്ലി ഇതിൻ്റെ ഒരു ആയത്തിൻ്റെ മൊത്തം ആയത്തുകൾക്കിടയിൽ ഇത് വെച്ചെടുത്ത് നോക്കുമ്പോഴും ഇതിലൊരു പ്രത്യേകത കാണാൻ പറ്റുന്നത് വദ്ദുഹ വല്ലൈലി ഇദാ സജ, രാവും പകലും പറയാണ്. അറ്റ്മോസ്റ്റ് കേസുകൾ അത് സൂചിപ്പിക്കുന്നത് വഹി ഇറങ്ങുന്ന സമയവും ഇറങ്ങാത്ത സമയവും, അതായത് വഹി ഇല്ലാതെ നിലച്ച സമയമാണല്ലോ ഇതിനെ സൂചിപ്പിക്കുന്നത്. അപ്പം ആ ഒരു ഡാർക്ക്നെസ്സിനെ സൂചിപ്പിക്കാനാണ് ലൈൽ ഉപയോഗിച്ചെന്ന് പറയുന്നുണ്ട്. മനുഷ്യൻ്റെ ജീവിതത്തിൽ എടുത്തു നോക്കിയാലും ഒരിക്കലും ഡാർക്ക്നെസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു കൂരിരുട്ട് എന്ന് പറയുന്നത്
നിരന്തരം ഇങ്ങനെ അത് മാത്രമേ ഒരിക്കലും ലൈഫ് മുന്നോട്ട് പോകില്ല. അത് കഴിഞ്ഞിട്ടൊരു പ്രകാശം വരാനുണ്ട്, അതല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടൊരു വെളിച്ചം വരാനുണ്ട്, ഒരു പുതിയ പുലരി വരാനുണ്ട് എന്നുള്ളൊരു ഹോപ്പ് പഠിച്ചോൻ തന്നുകൊണ്ടിരിക്കുകയാണ്. അതല്ലെങ്കിൽ ആ ഡാർക്ക്നെസ് ഇങ്ങനെ ഒരിക്കലും അതന്നെ കണ്ടിന്യൂ ചെയ്യൂല. അടുത്തൊരു പുലരി വരാനുണ്ട് എന്നുള്ള ആ ലുഹയും ലൈലും കഴിയുന്നതിന് ശേഷം മാ വദ്ദാഅക റബ്ബുക വമാ ഖലാ എന്നുള്ള ആയത്ത് കൊടുക്കുമ്പോൾ ഇതാണ് അൾട്ടിമേറ്റ്ലി കൊടുക്കുന്ന മെസ്സേജ് എന്ന് ചില ആൾക്കാരൊക്കെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. ഇത് അൾട്ടിമേറ്റ്ലി ഒരു ഹോപ്പാണ് ഈ ഒരു ആയത്ത്. എല്ലാവർക്കും പിടിവള്ളില്ലാതെ പറഞ്ഞ പോലെ ഹാഫിസിനെ പോലെ ഓരോരുത്തരും ഈ എന്തെങ്കിലും അർത്ഥത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ ഒക്കെ ഒരു പിടിവള്ളിയാണ് എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പോയിന്റ് അകത്ത് കയറ്റി എനിക്ക് തോന്നിയത്. അതിൽ പഠിച്ചോ നമ്മളോട് ഭയങ്കര സ്നേഹത്തോടെ ഇങ്ങനെ പറയുന്നൊരു രീതിയിലാണ് ഈ ആയത്തിൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുക. വെച്ചാൽ പഠിച്ചോന് വേണമെങ്കിൽ നേരത്തെ സുഫം പറഞ്ഞാൽ മാ വദ്ദഅക അല്ലാഹ് എന്ന് പറഞ്ഞാൽ മതി. എന്തുകൊണ്ട് മാ വദ്ദഅക റബ്ബുക, നിൻ്റെ റബ്ബ്. പഠിച്ചോ നമ്മളിങ്ങനെ തട്ടിയിട്ട് ഇങ്ങനെ പറയുമല്ലോ, അങ്ങനെ നമുക്കിങ്ങനെ ഫീൽ ചെയ്യും. എന്ന് വെച്ചാൽ നിൻ്റെ റബ്ബ്. അപ്പം നമ്മൾ ആ ഒരു ക്ലോസ്നെസ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യും. പഠിച്ചോൻ്റെ സ്നേഹം, പഠിച്ചോന് നമ്മളോടുള്ള റഹ്മത്ത്, നമ്മളോടുള്ള സ്നേഹം ഓരോരുത്തരും മൊത്തം ഇങ്ങനെ ആയിട്ട് പറയില്ല, നിൻ്റെ എന്നുള്ള ഒരു നമ്മളൊരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ പോലെ നമുക്കിത് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഈ ആയത്തിൻ്റെ ഈ സൂറത്തിൻ്റെ പല ആൾക്കാർക്കും പല രീതിയിൽ റിഫ്ലക്ഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മളോട് ഷെയർ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അതൊക്കെ ഷെയർ ചെയ്യാൻ കൂടി നമുക്ക് ഇത് ഹാഫിസ് പറഞ്ഞ പോലെ പല രീതിയിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മളോടൊക്കെ ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാൻ തോന്നുന്നു.